നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് പറശ്ശിനിക്ക് വന്നിട്ടുള്ളത്. അപ്പം പറശ്ശിനി വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പറശ്ശിനിയിൽ ആദ്യം വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളാണ്. കച്ചവട സ്ഥാപനങ്ങളിലൂടെ ഇങ്ങനെ നോക്കി ഏതോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പറശ്ശിനിയുടെ പ്രധാന കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് ഫോട്ടോസിലും വീഡിയോസിലും കണ്ട കവാടം. ഇതാണ് പറശ്ശിനിയിലുള്ള പ്രസാദം കൊടുക്കുന്ന സ്ഥലം. തിരുസന്നിധി ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. നല്ല തിരക്കുണ്ട്. നാളെ ശങ്കരമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഇവിടെ വെച്ചാണ് നമ്മൾ കേതൂട്ടന് ചോറൂണൊക്കെ കൊടുക്കുന്നത്. ചോറൂണുണ്ടാവില്ല. രാവിലെ 7 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് മെയിൻ സ്ഥലമാണ്. ഇവിടെ ഇപ്പം ഇത് ATM കൗണ്ടർ, SBI ATM കൗണ്ടർ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. നാളെ ശങ്കരമായതുകൊണ്ട് നേരത്തെ നടയടച്ചു. ഉള്ളിൽ ഗണപതി പൂജ നടക്കുകയാണ്. അപ്പോൾ നട അടച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ഇവിടുത്തെ വഴിപാട് കൗണ്ടറുകൾ. നമ്മളങ്ങനെ മെല്ലെ പുറത്തേക്ക് കടന്നു. ഇനി പർച്ചേസിങ്ങിൻ്റെ സമയമാണ്. പറശ്ശിനി വന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകം ഇവിടുത്തെ പർച്ചേസ് തന്നെയാണ്. ഒരുപാട് കടകളുണ്ട്. പല കടകളിലും ഇങ്ങനെ കയറി ഇറങ്ങി വില ചോദിക്കൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കേതൂട്ടന് ഒരു ചെണ്ട മണിക്കണം എന്നുണ്ട്. ചെണ്ടയും തപ്പി നടക്കുകയാണ്. കേതുവിന് വേണ്ടിയിട്ട് ചെണ്ട സെലക്ട് ചെയ്യുന്നത്. അത് കണ്ടാണ് കേതു ഇവിടെ ഹാപ്പി ആയിട്ടുണ്ട്. കേതുവിന് ചെണ്ട വാങ്ങിയിട്ടുണ്ട്. അത് അവൻ്റെ കയ്യിൽ കിട്ടാത്ത എൻ്റെ ദേഷ്യത്തിലാണ് കേതു. ഭക്ഷണശാലയിലേക്കുള്ള വഴി, ഇത് സ്ത്രീകൾക്കുള്ള വഴി ഇതിലേ കൂടി ഉണ്ട്. മെയിൻ എൻട്രൻസ് അപ്പുറത്തേക്കൂടിയും ഉണ്ട്. ഇവിടെ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ശ്രീ കുണ്ടുവളപ്പിൽ തറവാട്ടിൽ കുമാരതൻ തെയ്യത്തിൻ്റെ പുറപ്പാട്. അല്ല കേട്ടാ, ഏവരെയും സദസ്യം സ്വാഗതം ചെയ്യുന്നു. ഏതൊക്കെ കടിക്ക ആദ്യമേമ ഒരു സ്വർണ്ണാഭരണം ഇവിടെ കാണിയിട്ടുണ്ട്. ഉടമ വഴിപാട് ഗോത്രവുമായി ബന്ധപ്പെടുക. ശ്രദ്ധിക്കുക. പലഹാരം വാങ്ങാൻ തിരക്കിലാണ്. ഞാനൊരു ഫ്രൂട്ട് ജെല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ പൊരിയും ചോളപ്പൊരിയെല്ലാം വാങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക്. കുഞ്ഞിനെ അമ്മമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആദരണില്ലാണ്ട് സ്വസ്ഥമായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പൊരി കിട്ടിയ സന്തോഷത്തിലാണ് ചെയ്തു. ചിരിച്ചം ചെയ്തു. വീഡിയോ തന്നെ നാട്ടിലാണ്. കമ്മല് കുറെ തിരഞ്ഞു. ആദ്യം കമ്മലിട്ട് ആ സങ്കടത്തിൽ വീണ്ടും കമ്മല് നോക്കിയത്. അതിനിടയ്ക്ക് ഒരു AKG വായനശാലൻ്റെ വാർഷികമുണ്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കൂപ്പൺ എടുത്തു. നമ്മളിപ്പോൾ പറശ്ശിനിയിൽ നിന്ന് ഇറങ്ങാൻ പോവേന്ന്. ഇപ്പോൾ ഇവിടെ ആരുമില്ല. നമ്മൾ വരുമ്പോൾ ഉണ്ടായ തിരക്ക് പോലും ഇവിടെ ഇല്ല. നാളെല്ലാം പോലായി, എല്ലാവരും പോലായി, തിരിച്ചു പോലായി എല്ലാവരും. പിന്നെ സമയവും പാട് വൈകി. 9:45 10 മണി ആവാനായി സമയം. അതുകൊണ്ട് ഇവിടെ നിന്നിപ്പോൾ സാധാരണ കണ്ടുവരുന്നത്ര തിരക്കൊന്നും ഇവിടെ കാണുന്നില്ല. ഇതാണ് ചോറൂണ് കൊടുക്കുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് ചോറൂണ് ഉണ്ടാവല്. നമ്മൾ എക്സിറ്റിലെത്തി. എവിടെയാണ് കാറ് വെച്ചത്.
നമ്മ അങ്ങനെ പറശ്ശിനിക്കടവിന് തിരിച്ചിറങ്ങലേ കാറിൽ കയറി പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഹോട്ടൽ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പറശ്ശിനിയിൽ നിന്ന് മടങ്ങി വരുന്ന വഴിക്ക് MRIയിൽ കയറി ഫുഡ് കഴിക്കാൻ, എപ്പോഴും MRI കയറിയിട്ടാണ് ഫുഡ് കഴിക്കൽ. അപ്പോൾ MRI കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടായിരുന്നത്. എമ്മാരൻ്റെ ഉള്ളിലേക്ക് ബസ്സിയുടെ ഇപ്പം ഇരിക്കാൻ സീറ്റില്ല അറിഞ്ഞ് ഇത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ ഇന്നത്തെ സ്പെഷ്യല്? ജീരകവെള്ളം തന്നു. എല്ലാവരും വിശന്നിരിക്കുകയാണ്. ഓർഡർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ആയി. നെയ്പത്തിരി, ഫ്രൈഡ് റൈസ്, ബട്ടർ നാനോ, ബീഫ് ഫ്രൈ, ബട്ടർ ചിക്കൻ, പൊറോട്ട. ഫ്രൈഡ് റൈസ് ഉണ്ട്. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി എന്നിട്ട് ഇപ്പോൾ ഹാപ്പിയായി. ഭക്ഷണം കഴിച്ച പിന്നെ ഇതിപ്പോൾ 1000 രൂപ ബില്ലായി. 5 സുഷിയായി കഴിച്ചു. ചില്ലി പാസ് കൊടുത്തു. അത്രയും ബില്ലായിട്ടുള്ളൂ. റേറ്റൊന്നുമല്ല. എന്നൊക്കെ ഇതൊക്കെ കളിക്കുന്നു. ഇപ്പോൾ പറശ്ശിനി പോയിട്ട് ഫുഡ് കഴിക്കാൻ വന്നവരായി. പറശ്ശിനി ക്ലോസിലായിരുന്നു. നാളെ സംക്രമമായതുകൊണ്ട് തന്നെ പറശ്ശിനിയിൽ പുറത്തുനിന്ന് കണ്ടു. പിന്നെ പർച്ചേസ് ചെയ്ത ഒരുപാട് സാധനങ്ങൾ. വീട്ടിലേക്ക് നല്ല ഉറക്കിറങ്ങണം. 11 മണിയായി. അപ്പോൾ എല്ലാവർക്കും